കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കാ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിൻ മനമിളകാതെ നിൻ മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. To Proverbs 23:18. Proverbs 23:18. One person in English, one person in Malayalam. Please read for me. Proverbs 23:18. Surely there is a future, and your hope and expectation will not be cut off. Thank you, brother. Thank you. Please read it in Malayalam. Shall we pray? Our Father, we come to you in Jesus' precious name. We pray for the word of God. We pray that you would speak to us. Spirit of God, amen, come in, hallelujah, bless this word and break it and feed a hungry soul. He that hath an ear, let him hear what the Spirit saith unto the churches. ആത്മാവ് സഭകളോട് പറയുന്ന ചെവികളോട് കേൾക്കട്ടെ. എല്ലാവരുടെ ചെവികൾ തുറക്കട്ടെ.
ദൈവവചനം ഹല്ലേലൂയ നല്ല നിലത്തിൽ വീണ് ആമേൻ പ്രൈസ് ഗോഡ് വിധകളായി ആമേൻ പ്രൈസ് ഗോഡ് 30 60 100 മേനിയായി പലന് കായ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനവുമായി ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പോവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം സഹായിക്കട്ടെ. ഹൃദയങ്ങളിൽ മനസ്സിൽ ആമേൻ ആഴമായ വെളിപ്പാടുകൾ ഉപദേശങ്ങൾ ഹല്ലേലൂയ എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹൃദയങ്ങളോട് ദൈവം സംസാരിക്കാൻ പോകുന്നതിനായി ഇടപെടാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. Surely there is an end and then expectation shall not be cut off. മലയാളത്തിൽ ഇങ്ങനെയാണ്, ഒരു പ്രതിഫലനുണ്ട് നിശ്ചയം. പ്രൈസ് ഗോഡ്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. കാലങ്ങൾ കഴിഞ്ഞു എന്നറിയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താമസിച്ചു പോയി എന്ന് വിചാരിക്കാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് അതിൻ്റെ കാലത്തിൽ സകല ഭംഗിയായി ചെയ്യുന്ന ദൈവം ആമേൻ നിൻ്റെ ജീവിതത്തിൽ ആമേൻ പ്രൈസ് ഗോഡ് ഒരു സമയം കുറിച്ചിട്ടുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ് തീർച്ചയായും നിറവേറും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഇത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു ജീസസ്. ആമേൻ പ്രൈസ് ഗോഡ്. ഒരു പ്രതിഫലൻ ഉണ്ട് നിശ്ചയം. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ദൈവത്തിന് ആമേൻ പ്രൈസ് ഗോഡ് സമയത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥിച്ച ഒരു വിഷയങ്ങളെയും ആമേൻ പ്രൈസ് ഗോഡ് ദൈവം തൻ്റെ മനസ്സിൽ തൻ്റെ ഹൃദയത്തിൽ ദൈവം നമ്മളെ ഓർത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനം 115 വായിക്കുന്നു. ആമേൻ. We read it in Psalms 115. The Lord hath been mindful of us. ദൈവം നമ്മൾ ഓർത്തിരിക്കുന്നു. ആമേൻ പ്രൈസ് ഗോഡ്. God will surely bring it to pass in your life that which you have expected. Psalm 61 verse 5. സങ്കീർത്തനം 61 5 വാക്യം. സങ്കീർത്തനം 61 5. Sorry, bear with me. Psalm 62 62 5 വാക്യം. Praise God. മലയാളത്തിൽ വായിച്ചാട്ട്. Praise God. Your expectation, I mean, praise God, is met by God and God handles it. I mean, praise God, it comes directly from God to you. I mean, praise God, without fail it will happen because it is a promise keeper and He is a faithful God and He will fulfill it in your life. I mean, praise God, for it is coming from God. Hallelujah. Praise God. Hallelujah. Praise God. Revelation 22 verse 12. Praise God. Revelation 22 verse 12. ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു വരുമ്പോൾ മാത്രമല്ല, പ്രൈസ് ഗോഡ് പ്രത്യക്ഷയിൽ വെളിപ്പെടുമ്പോൾ മാത്രമല്ല, ഓരോ സമയത്തും അവൻ്റെ അപ്പോയിൻമെൻറ്റ്സ് കീപ്പപ്പ് ചെയ്യുന്ന പ്രൈസ് ഗോഡ് പ്രാർത്ഥന മുറി കയറുന്ന ഓരോ വ്യക്തികളും പ്രൈസ് ഗോഡ് ഓരോ വ്യക്തികൾക്കും ഹല്ലേലൂയ പ്രാർത്ഥന മുറിയിൽ ദിവസം പ്രതി അവൻ വരുന്നുണ്ട് പ്രതിഫലമായിട്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ഡെയിലി അവൻ്റെ സന്ധിയിൽ പ്രതിഫലമായി അവൻ്റെ പക്കലുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. യോബ് 23 14 വാക്യം. യോബ് 23:14. അവൻ്റെ പക്കൽ പ്രതിഫലമായിട്ട് വരുന്നുണ്ട്. പലതും അവൻ്റെ പക്കലുണ്ട്. He has many ways, many doors for you. ഹല്ലേലൂയ. പ്രതിഫലമല്ല എന്ന് ഒരുമയിൽ ഏകവചനത്തിലല്ല ബഹുവചനത്തിൽ കർത്താവ് സംസാരിക്കുന്നു. പ്രതിഫലങ്ങളുമായി അവൻ്റെ പക്കൽ ഹല്ലേലൂയ ഉണ്ട്. The Lord comes to you with rewards, not reward in singular. Amen. Praise God. Isaiah 53 എപ്പോഴാണ് അമേൻ ഇത് നമുക്ക് നേടിയത്?
ഹല്ലേലൂയ. എപ്പോഴാണ് പ്രതിഫലം നമുക്ക് ലഭിച്ചത്? യെശയ്യാ 53 അധ്യായം 2 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഫസ്റ്റ് പാർട്ട് ഓഫ് 53 verse 12. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. Praise God. The verse, the part of the verse is, Amen, praise God. I want to bring it to you. Therefore will I divide him of a portion with the great. A portion with the great. And he shall divide the spoil with the strong. Ninglum ജ്ഞാനമാണ് ആ strong. God is going to divide the spoil. ആ കാൽവരി ക്രൂശിൽ വെച്ച് പ്രതിഫലങ്ങളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി അവൻ നേടിത്തന്ന ആമേൻ പ്രതിഫലം പ്രത്യാശയ്ക്ക് ആമേൻ പ്രൈസ് ഗോഡ് പങ്കുപെടുത്താത്ത ദൈവം ഹല്ലേലൂയ പ്രതിഫലങ്ങളുമായിട്ട് ഹല്ലേലൂയ 2 വർഷങ്ങൾ മുൻപ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് നേടിയതാണ്. God's holy name. Hallelujah. Praise God. Hallelujah. Glory to God. യെരമ്യാവ് 29 അധ്യായം അതിൻ്റെ 11 വാക്യം വായിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. For I know the thoughts that I think towards you, saith the Lord, thoughts of peace and not of evil, to give you an expected end. നീ പ്രത്യാശിക്കുന്ന ആമേൻ പ്രൈസ് ഗോഡ് അവസാനം നിനക്ക് വേണ്ടി ആമേൻ പ്രൈസ് ഗോഡ് ആഗ്രഹം ആമേൻ നിനക്ക് സാധിച്ചു തരും. Amen. Praise God. The Lord is not only the one who gives you what you expected, but more than what you expected. യെരമ്യാ 33 അധ്യായം അതിന് 3 വാക്യം വായിക്കാം. 29 അങ്ങനെ പറഞ്ഞ പ്രത്യാശയ്ക്ക് ആമേൻ പ്രൈസ് ഗോഡ് പ്രത്യാശയ്ക്ക് ആമേൻ പൂർണ്ണ പ്രതിഫലവുമായിട്ട് തരുന്ന ദൈവം ആമേൻ 33 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു. വായിക്കാം. Call unto me, and I will answer thee, and shew thee great and mighty things which thou knowest not. നീ അറിയാത്ത കാര്യങ്ങൾ, ഗ്രഹിപ്പാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. ആമേൻ. വിളിച്ചാൽ മാത്രം മതി. ആമേൻ പ്രൈസ് ഗോഡ് അറ്റൻഡ് ചെയ്യാൻ റെഡിയായിട്ടുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ് മറുപടി അവൻ്റെ പക്കലുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ് പ്രതിഫലങ്ങൾ നേരത്തെ ഒരുക്കി 2000 വർഷം മുമ്പ് നേരത്തെ ഒരുക്കി വെച്ച പ്രതിഫലം അവൻ്റെ പക്കലുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. നിൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. കോൾ ടു ഹിം. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. എന്നാൽ ഹല്ലേലൂയ എഫെസ്യർ 3 അധ്യായം 20 വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്നു. പ്രൈസ് ഗോഡ് വായിക്കാം. 3 അധ്യായം 20 വാക്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ്റെ ശക്തി വ്യാപരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നനയ്ക്കുന്നതിലും ഉപരിയായി ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആമേൻ പ്രൈസ് ഗോഡ് 3 ദാനങ്ങൾ ആമേൻ പ്രതിഫലങ്ങൾ പറഞ്ഞ് ആമേൻ ഫിനിഷ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സമയമില്ല നമ്മുടെ മുമ്പിൽ. ആമേൻ പ്രൈസ് ഇൻഡിസ്ക്രൈബിൾ റിലേഷൻഷിപ്പ്. പ്രൈസ് ഗോഡ്. ഗ്രഹിപ്പാൻ കഴിയാത്ത ബന്ധം. ആമേൻ. യോശുവ 6 അധ്യായം അതിൻ്റെ 25 വാക്യം വാക്യം. യോശുവ 6 അധ്യായം 25 വാക്യം. Glory be to God. യോശുവ ഈ സൈഡിലുണ്ട്, രാഘാബ് ആ സൈഡിലുണ്ട്. 2 പേർക്ക് നടുവിൽ അമ്മേൻ ഒരു മതിൽ വച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആ മതിൽ ആമേൻ അതിൻ്റെ ഹൈറ്റ് 24 മീറ്റേഴ്സാണ്. പ്രൈസ് ഗോഡ്. അതിൻ്റെ വിത്ത്, ആ വാളിൻ്റെ വിത്ത് 9,200 പീപ്പിൾ താമസിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. സോ തിക്ക് വാസ് എ വാൾ. അങ്ങനെയുള്ള മതിൽ പൊളിയുവാൻ ദൈവം സഹായിച്ചത് അമ്മ ഇസ്രായേൽ ചരിത്രത്തിൻ്റെ സ്തുതിയിൽ തന്നെ. അവർ സ്തുതി ഉയർത്തിയപ്പോൾ അമ്മ പ്രൈസ് ഗോഡ് മതിലിൽ താഴ്വീണു. അമേൻ രാഹാബിനെ പുറത്ത് കൊണ്ടുവന്ന് അമേൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവളിയിൽ അമേൻ പ്രൈസ് ഗോഡ് രാഹാബ് ചേർക്കുവാനിടയായി.
പ്രൈസ് ഗാഡ്. ഇത് പുതിയ നിയമത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. എഫേസ്യർ 2-ാമത്തെ അധ്യായം വായിക്കാം. 14-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യം 14 and verse 16. പതിനാറാമത്തെ വാക്യം നമുക്കും ദൈവത്തിനും ഇടയ്ക്ക് ഒരു ശത്രുത്വം ഉണ്ടായിരുന്നു. ദൈവം ആദം ഹവ്വായും ഇറക്കിവിട്ട വിഷമം ക്യാരി ചെയ്ത് ഏതിനിൽ ഇറക്കിവിട്ട വിഷമം ക്യാരി ചെയ്യുവാൻ ഇടയായി ഒരു ജനമുണ്ട്. ദൈവത്തിനും മനുഷ്യനിടയിൽ ഒരു ശത്രുത്വം ഉള്ളപ്പോൾ പ്രൈസ് ഗാഡ് ഇടയ്ക്ക് വന്നിരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ശത്രുത്വത്തെ പ്രൈസ് ഗാഡ് പൊളിച്ച് ആ മതിൽ പൊളിച്ച് പ്രൈസ് ഗാഡ് രണ്ടുപേരും ഒരുമിച്ച് സമാധാനത്തിലാക്കി. ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെ സഭയായി യേശു ക്രിസ്തുവിൻ്റെ ശരീരമായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ അവൻ്റെ കൂടെ ഇരുപ്പാൻ വരം നൽകപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ഗ്ലോറി ബി ടു ഗാഡ്സ് ഹോളി നെയിം. പ്രൈസ് ഗാഡ്. ദൈവത്തിന് പ്രൈസ് ഗാഡ് ഈ പുതിയ നിയമത്തിൽ പ്രൈസ് ഗാഡ് മതിലുകൾ പൊളിച്ച് പ്രൈസ് ഗാഡ് നിങ്ങളെയും എന്നെയും രാഹാബിനെ പുറത്ത് കൊണ്ടുവന്നതുപോലെ ജാതികളായ നമ്മെ ദൈവത്തിൻ്റെ മക്കളാകുവാൻ പ്രൈസ് ഗാഡ് അവകാശം ലഭിച്ചവരാണ് നിങ്ങളും ഞാനും. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ബോൺ ബ്രോട്ട് പെന്റിക്കോസ്റ്റാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, നിങ്ങളും ഞാനും രാഹാബിനെ പോലെ ഹല്ലേലൂയ. തമിഴിൽ പറയുന്ന പുറജാതികൾ എന്നാ പറയുന്നത്, പുറജാതികൾ പ്രൈസ് ഗാഡ് ജെൻറ്റൈൽസിന് ഉപയോഗിക്കുന്ന പദമാണ്. ദാറ്റ് മീൻസ് ഔട്ട്കാസ്റ്റ്. പ്രൈസ് ഗാഡ്. ഇസ്രായേലിൻ്റെ പ്രകാരത്തിൽ പോലും വരുവാൻ സമയമില്ല, നമുക്ക് അവസരമില്ല. അങ്ങനെയുള്ളവർ പ്രൈസ് ഗാഡ് മഹാവിശുദ്ധ സ്ഥലത്തിലേക്ക് എപ്പോഴും പ്രവേശിക്കുവാൻ അനുവാദം ചീഫ് ഹൈ പ്രീസ്റ്റിനെ പോലെ, മോശെ പോലെ, ശമൂവേലിനെ പോലെ എപ്പോഴും ദൈവസന്നിധിയിൽ അടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആത്മാവാൽ നിറയപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. Hallelujah. Glory be to God's holy name. Hallelujah. Praise God. അപ്പോസ്തല പ്രവർത്തനം 7-ാമത്തെ അധ്യായം അതിന് 51-ാമത്തെ വാക്യം. Praise God. Acts chapter 7 verse 51. Praise God. Hallelujah. നിങ്ങളും ഞാനും ഒരു 3 അല്ലെങ്കിൽ 4 തലമുറ വരെ പോകാൻ പറ്റും. അതുക്കപ്പുറമുള്ളവർ എല്ലാവരും, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും, പിതാവിന് ഒരു ദേശവുമില്ല, യേശു ക്രിസ്തുവിന് ഒരു ദേശവുമില്ല. പ്രൈസ് ഗാഡ്. പക്ഷേ പരിശുദ്ധ ആത്മാവിനെ മത്സരിക്കുന്നവരാണ് നമ്മുടെ പിതാക്കന്മാർ. പ്രൈസ് ഗാഡ്. അങ്ങനെ ആയിത്തീരുന്നത് പ്രൈസ് ഗാഡ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും എല്ലാവരോടും സകല ആളുകളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് കർത്താവ് വാഴ്ത്തുവാൻ പ്രൈസ് ഗാഡ് അപ്പോസ്തലന്മാർ മുഖാന്തരം നമുക്ക് ഒരു അവസരം ലഭിക്കുവാൻ കൃപ നൽകി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്സ് ഹോളി നെയിം. പരിശുദ്ധ ആത്മാവിനെ മാത്രം പ്രൈസ് ഗോഡ് മത്സരിക്കുന്നവർ ഹല്ലേലൂയ എന്തുവായി തീരും? യേശയ്യ വായിക്കാം. യേശയ്യ 63-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യേശയ്യ 63:10. ഐസയ chapter 6. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ മത്സരിച്ചാൽ പിതാവ് ഒരു വ്യക്തിയോട് ശത്രുത പാലിക്കാൻ പറ്റും. Praise God. God can become your enemy and my enemy if we rebel against the Holy Spirit. പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ ആദ്യം തൊട്ട് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം തൊട്ട് വെളിപ്പാട് 22-ാമത്തെ വാക്യം വരെ പ്രൈസ് ഗോഡ് കാണുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവിനെ മത്സരിച്ചുകൊണ്ട് എതിർത്തുകൊണ്ട് പിതാവിനെ സന്തോഷിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് അനുസരിച്ച് മതിയാകും. Praise be to God's holy name. Indescribable relationship-ലെ praise God ഒരേ ഒരു വ്യത്യാസമുണ്ട്. Praise God. ഈ ലോകത്തിൽ നടക്കുന്ന കല്യാണം
സ്വർഗത്തിൽ നടക്കുന്ന കല്യാണം. രണ്ടും തമ്മിൽ ഒരു ബിറ്റ് ഡിഫറൻസേ ഉള്ളൂ. പ്രൈസ് ഗാഡ്. എല്ലാം സെയിമാണ്. ഒരേ ഒരു കാര്യം മാത്രം ഡിഫറൻസ് ഉള്ളൂ. പ്രൈസ് ഗാഡ്. ഇവിടെ വെർജിനായിട്ട് ആദ്യം ജീവിച്ച് പിന്നെ വൈഫായിട്ട് മാറുന്നു. അവിടെ ആദ്യം വൈഫായിട്ട് ജീവിച്ച് പിന്നെ വെർജിനായിട്ട് മാറുന്നു. പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. പ്രൈസ് ഗോഡ്. നിത്യതയിൽ മറയുവാൻ ആമേൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ആമേൻ. നിത്യതയിൽ കാണാതെ പോകുന്നവരെ പോലെ അല്ലേ. പ്രൈസ് ഗോഡ്. പകരം നിത്യതയിൽ യേശു ക്രിസ്തുവിനോട് ആമേൻ പ്രൈസ് ഗോഡ് സിംഹാസനത്തിൽ ഇരുന്ന് സഭയായിട്ട് വാഴാൻ പോകുന്ന വിളിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. ഈ നല്ല പദവി ദൈവം നമുക്ക് നൽകി യേശു ക്രിസ്തുവിന് മണവാട്ടി സഭയായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാമോ? സ്തോത്രം ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. This is the indescribable relationship. Because he lives, I can face tomorrow. Praise God. യേശു വാഴുന്നതാൽ എൻ്റെ ഭാവി ആമേൻ പ്രൈസ് ഗോഡ് നാളെ പ്രകാശമായിരിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ആമേൻ. The second one I want to share with you is the bountiful joy. Bountiful joy. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് ആമേൻ പ്രൈസ് ഗോഡ്. റൂത്തിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. റൂത്തിന്റെ പുസ്തകം റൂത്ത് 2:12. Glory be to God's holy name. രണ്ട് കാര്യം ആമേൻ പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വരുന്നു. ഒന്ന്, നമ്മുടെ പ്രവർത്തിക്കത്തക്കവണ്ണം പ്രതിഫലവും അവൻ്റെ അടുത്തുണ്ട്. രണ്ടാമത്തത് ഹല്ലേലൂയ അവനെ ആശ്രയിക്കുന്നത് കൊണ്ട് നിറവായ പൂർണ്ണ പ്രതിഫലവുമായിട്ട് അവൻ വരുന്നുണ്ട്. Praise be to God's holy name. Hallelujah. Praise God. We can ask a question. Do we have faith in God or do we have a trust in God? ദൈവത്തിൽ വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയമുണ്ടോ? ഏതാണ് വ്യത്യാസം? Hallelujah. We trust him for what I shall be. We have faith in him for who he is. അവൻ ഞാൻ വിശ്വസിക്കുന്നവൻ ഞാൻ വിശ്വസിക്കുന്ന ഇന്നാർ ആരെ വിശ്വസിക്കുന്നു ആമേൻ പ്രൈസ് ഗോഡ് എന്ന് ഹല്ലേലൂയ ഞാൻ അറിയുന്നു. 2 തീമോഥെയോസ് 1-ാമത്തെ അധ്യായം തിരിക്കാൻ സമയമില്ല. ആമേൻ പ്രൈസ് ഗോഡ്. 2-ാമത്തെ അധ്യായം 2 തീമോഥെയോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു. For I know whom I believed. ആമേൻ പ്രൈസ് ഗോഡ്. അവൻ എൻ്റെ ഉപനിധി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. Glory be to God. We have faith in God for who he is and we trust in him for what I shall be. ഞാൻ എങ്ങനെയായി തീരുമെന്ന് അറിയാൻ പോകുന്നതിൽ ആമേൻ പ്രൈസ് ഗോഡ് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആശ്രയം വയ്ക്കുന്നത്. I trust in him for what I shall be in Christ Jesus. Praise be to God's holy name. 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. Hallelujah. Praise be to God's holy name. ഒരു കാര്യം ചെയ്യുന്നു, വിശ്വസിക്കുന്നു. Hallelujah. Praise God. ആ വിശ്വാസത്തിൽ രണ്ട് കടപ്പാടുകളുണ്ട്. ഒന്ന്, നമ്മൾ അവനെ സ്നേഹിക്കുന്നു. രണ്ട്, അവനിൽ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആമേൻ പ്രൈസ് ഗോഡ് with joy unspeakable and full of glory എന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ. ആമേൻ with joy unspeakable നമുക്ക് വിവരിപ്പാൻ കഴിയാത്ത സന്തോഷം ആനന്ദ സന്തോഷത്താൽ നിറഞ്ഞ് ആമേൻ പ്രൈസ് ഗോഡ് നമ്മുടെ കണ്ണുനീരുകൾ ആമേൻ പ്രൈസ് ഗോഡ് താഴെ വീഴുമ്പോൾ അത് സന്തോഷത്താൽ ഉണ്ടാകുന്ന ഒരു കരച്ചിലാണ്. ഒരു ഹല്ലേലൂയ ചിരിയും ഉണ്ടാകും. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ മുഖമുഖമായി കാണുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ താങ്ക് യു ജീസസ്. ഒരു ബൗട്ടിഫുൾ ജോയ് ഉണ്ട്. ഒരു ബൗട്ടിഫുൾ ജോയ് ഉണ്ട്. എന്തിനാണ് അറിയാമോ? 2 രാജാക്കന്മാർ 10-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 10-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം.
Praise God. Sorry, reference wrong. Once again. Read for me in Malayalam, please. Sorry, sister. Sorry. സോറി 1 രാജാക്കന്മാർ 10-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. Praise be to God. പാതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. I mean, even half of it was not told. പാസ്റ്റർ ജോൺസൺ വന്ന് പ്രസംഗിച്ചു, പാസ്റ്റർ ബ്ലെസൻ മേമന വന്ന് വർഷിപ്പ് ലീഡ് ചെയ്തു, പാസ്റ്റർ ടി എം മാത്യു വന്ന് പ്രസംഗിച്ചു, എല്ലാ പാസ്റ്റർമാരും വന്നു. പക്ഷേ ഭൂമിയിൽ ഞാൻ അറിഞ്ഞത് പാതി മാത്രമേ ഉള്ളൂ. പാതി പോലും അവർ പറഞ്ഞില്ല എന്നുള്ള സത്യമാണ്. അക്കരയിൽ പൊൻതീരത്ത്, when we are waiting on the golden shore, and we will say with one accord, even half of it was not told. When we look at the majesty and splendor of the heaven and all the beauty of heaven, our Solomon, our Lord, our New Testament Solomon, amen, praise God, we will all join and say with one accord, even half of it was not told. That is the reason why there is a bountiful joy. Praise be to God's holy name. Amen, praise God. നിങ്ങൾ ഞാൻ ഒരുമിച്ചേർന്ന്, amen, praise God, hallelujah, പാടാൻ പോകുന്ന പാട്ടുകൾ, hallelujah, ആരാധിക്കാൻ പോകുന്ന സമയം, hallelujah, ഏറെ ഉണ്ട്. hallelujah, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്ന് നാഥൻ മുഖം കണ്ട് ആരാധിക്കും. hallelujah, praise God, amen, praise God. ഈ വിശ്വാസത്താൽ കാണുമ്പോഴേ ആരാധിക്കുമ്പോഴേ ഇത്ര സന്തോഷമാണെങ്കിൽ, amen, നേരിട്ട് മുഖത്ത് കാണുമ്പോൾ എത്ര ആനന്ദം, എത്ര സന്തോഷം, എത്ര ആരാധന ഉണ്ടായിരിക്കും. hallelujah, glory be to God. നിർത്താൻ പറ്റത്തില്ല. അധിക സന്തോഷം, ബൗണ്ടിഫുൾ ജോയ്. ദാവീദ് പറയുന്നു, അവനെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു, എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ഹല്ലേലൂയ, നാൾതോറും എൻ്റെ ഭാരങ്ങൾ ചുമന്ന് അവൻ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല പിതാവ് എനിക്കുണ്ട്. ആമേൻ, പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. Third one I would like to say and conclude. Amen. A grand welcome. Praise God. Hallelujah. Brother spoke about that. Stephen, amen, praise God, had a welcome in the presence of God. Amen. അതിനേക്കാൾ, amen, praise God, ശ്രേഷ്ഠമേറിയ ഒരു, amen, ദൈവ സഭയ്ക്ക് മിസ്സസ് ജീസസ് നിങ്ങൾ ജ്ഞാനമാണ്. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ അവകാശമാണ് നിങ്ങൾ ജ്ഞാനം. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. A grand welcome is waiting for you and me. പ്രൈസ് ഗാഡ്. യേശയ്യ 53-ാമത്തെ അധ്യായം ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിലെ വേർഡിങ്സ് ഇല്ല, മാറിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ. യേശയ്യ 53-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കാം. Isaiah chapter 53 verse 8. യേശയ്യ 53:8 brother. Thank you, brother. Thank you, Joash. Praise the Lord. Who can declare his generation? അവൻ്റെ സന്തതിയെ ആർക്ക് വർണ്ണിപ്പാൻ കഴിയും? Praise be to God's holy name. യോശുവ, ആമേൻ, പ്രൈസ് ഗാഡ്, മറിയത്തിനും ജനിച്ച ഒരു പുത്രനാണോ യേശു ക്രിസ്തു? ആമേൻ, പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്, ആമേൻ, പ്രൈസ് ഗാഡ്, കന്യക മുഖാന്തരം, ഹല്ലേലൂയ, മകനെ പ്രസവിച്ചു. ആമേൻ, യേശു ക്രിസ്തുവോട് സന്തതി നിൽക്കുക. അത് കഴിഞ്ഞ അപ്പുറം ഒരു ചോദ്യമാണ്. അത് മുമ്പ് വരെ ഇന്ന ആൾ, ഇന്ന വ്യക്തി ഇങ്ങനെയുള്ള ആൾ ജനിപ്പിച്ചു എന്ന് വായിക്കും. പക്ഷേ യേശു ക്രിസ്തു വരുമ്പോൾ സന്തതി ലിനേജ് നിൽക്കും. ആമേൻ, പ്രൈസ് ഗാഡ്. ഞാൻ പറയട്ടെ ഉത്തരം, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ സന്തതിയെ ആർക്ക് വർണ്ണിപ്പാൻ കഴിയുമെന്ന് യേശയ്യാവ് ചോദിച്ചു. എന്നാൽ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ വംശാവളി നിങ്ങളും എന്നിലും കൂടെ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നു. God can declare the generation of Jesus Christ through you and me. We are the generation of Jesus.
a grand welcome. We are the generation of Jesus Christ. Praise God. യേശു ക്രിസ്തുവിൻ്റെ സന്തതി, യേശു ക്രിസ്തുവിൻ്റെ മനവാട്ടി. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഞാനും ആമേൻ ആത്മീക പുത്രന്മാരെ ഈ ലോകത്തിൽ ജനിപ്പിച്ച് അവരെ വളർത്തിയെടുത്ത് ആമേൻ അവർ വചനം കൂട്ടി അവർ വചനം കൊടുത്ത് ആമേൻ അവർ വളർത്തിയെടുത്ത് എടുക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ദൈവം കാണുന്നുണ്ട്. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്, പാരൻസിന്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എല്ലാം ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പുകഴ്ചയ്ക്കും നിങ്ങളുടെ പ്രതിഫലവുമായിട്ട് അത് തീരാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ പ്രതിഫലം ഒന്നും നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും മറക്കുന്ന ഒരു ദൈവമല്ല, എഫേർട്സ് ഒന്നും മറക്കുന്ന ദൈവമല്ല. അതിന് പകരമായിട്ട് ആമേൻ പ്രതിഫലമായിട്ട് അവൻ്റെ പക്കലുണ്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലേവ്യർക്കെഴുതിയ ലേഖനം ഇത് എന്തിനാ സംഭവിച്ചതെന്ന് അറിയാമോ? ലേവ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 23, ലേവ്യർക്കെഴുതിയ പുസ്തകം 23-ാമത്തെ അധ്യായം അതിന് 17-ാമത്തെ വാക്യം. Praise God. Hallelujah. ബൈബിളിൽ ഒരിടത്തിൽ മാത്രം ഉള്ള ഒരു സംഭവം. ആമേൻ. പുളിപ്പുള്ള അപ്പം കൊണ്ടുവരാൻ ദൈവം കൽപ്പിക്കുകയാണ്. 2 loaves you have to bring it and both of them have to be leavened bread. പുളിപ്പുള്ള അപ്പം. പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം അത് 7-ാമത്തെ വാക്യത്തിൽ വായിച്ചിട്ട് പുറപ്പാട് പുസ്തകം 13-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. Praise God. God said, there shall not be leaven among you and there shall not be leaven in your quarters. അങ്ങനെയുള്ള ദൈവം ആമേൻ ആദ്യമായിട്ട് ഒരു പ്രാവശ്യമായിട്ട് ഒരിക്കലായിട്ട് പറയുന്ന ഒരു വാക്യമാണ് ആമേൻ പുളിപ്പുള്ള അപ്പം 2 അപ്പം ഞങ്ങൾ കൊണ്ടുപോവാ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് അർത്ഥം ഒരു അപ്പം എന്ന് പറയുന്ന യഹൂദന്മാർ, 2-ാമത്തെ അപ്പം ജാതികൾ. ഇവരാണ് ദൈവത്തിൻ്റെ സഭ. ആമേൻ. പെന്തക്കോസ്ത് നാളെന്ന് ഹല്ലേലൂയ. പ്രൈസ് ഗോഡ് കുറവുള്ളവരായിട്ട് വന്നു. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചപ്പോൾ ആമേൻ. പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ മക്കളായി മാറിയപ്പോൾ ആമേൻ ദൈവം നമുക്ക് തരുന്ന ആമേൻ പ്രൈസ് ഗോഡ് ഒരു ക്രെഡിറ്റാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. എന്നാ ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായം അതിന് 5-ാമത്തെ വാക്യം വായിക്കാം. Praise be to God. ദൈവത്തോട് എന്നേക്കും വാഴുന്ന ഒരു കൂട്ടം ഉണ്ടെങ്കിൽ ആമേൻ those of you who shall reign with Jesus forever and forever is you and me. Those who are listening to the word of God, the church of God, we are going to reign with Jesus forever and ever. ആമേൻ. പ്രൈസ് ഗോഡ്. എങ്ങനെയുള്ളവരാണ്? ആദ്യം പുളിപ്പുള്ള അപ്പമായിട്ട് വന്നവരാണ്, കുറവുള്ളവരായിട്ട് വന്നവരാണ്, നിരാശപ്പെട്ടവരായി, തള്ളപ്പെട്ടവരായി, ഒതുക്കപ്പെട്ടവരായി. ഹല്ലേലൂയ. കണ്ണുനീരോട് യേശുവിനോട് പരാജയത്തോട് യേശുവിൻ്റെ വന്നപ്പോൾ യേശു നമ്മുടെ ഭാവിയെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കി ആമേൻ. പ്രൈസ് ഗോഡ്. സിംഹാസനത്തിൽ അവനോട് കൂടെ ഇരുന്ന് എന്നേക്കും വാഴുവാൻ ഒരു അവസരം നൽകി. ഗ്ലോറി ബി ടു ഗോഡ്. സോൾഡിയെ ഇതിനെക്കുറിച്ച് ആമേൻ. പ്രൈസ് ഗോഡ് ദൈവത്തിൻ്റെ ആത്മാവ് മറിയാൽ മുഖാന്തരം സംസാരിച്ച് ഒരു വാക്യം വായിക്കാം. ഇത് ലൂക്കോസ് 1-ാമത്തെ അധ്യായം അതിന് 55-ാമത്തെ വാക്യം. Luke 1:55. മലയാളത്തിൽ 54-ാമത്തെ വാക്യം. Glory be to God's holy name. സമയമില്ല. ഗലാത്യർ പുസ്തകം ആമേൻ ഗലാത്യ ലേഖനത്തിലേക്ക് പൗലോസ് പറയുന്നു അബ്രഹാമിന്റെ സന്തതി ക്രിസ്തു തന്നെ. ആമേൻ. പ്രൈസ് ഗോഡ്. ആൻഡ് ടു ഹിസ് സീഡ് ഫോർ എവർ. അവൻ്റെ സന്തതി എന്നേക്കും എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനമല്ല, പകരം ദൈവത്തിൻ്റെ മകൻ ഏകപുത്രനായ യേശു ക്രിസ്തുവും അവൻ്റെ സഭയും എന്നേക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ മേഴ്സി. പ്രൈസ് ബി ടു ഗോഡ്. സോൾഡിയെ നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയാമോ?
ആമേൻ പ്രൈസ് ഗോഡ്. അതിന് 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ലൂക്കോസ് 1-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ആമേൻ പ്രൈസ് ഗോഡ്. ഒരുങ്ങിയിരിക്കുന്നവർ പിന്നെ എന്തിനാ ഒരുക്കുന്നേ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ പ്രൈസ് ഗോഡ്, വിശുദ്ധൻ ഇന്നും തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇന്നും നീതി ചെയ്യട്ടെ. ആമേൻ പ്രൈസ് ഗോഡ്. നിങ്ങളും ഞാനും ആമേൻ എഫേസ്യർ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ആമേൻ വി unto the measure of the stature of the fullness of Christ. ആമേൻ പ്രൈസ് ഗോഡ്. വളർച്ചയ്ക്ക് അതിരമില്ല. പ്രൈസ് ഗോഡ്. വളർന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ഗോഡ്. താഴ്മയിൽ ആമേൻ ക്ഷമയിൽ ആമേൻ ദൈവത്തിൻ്റെ കൃപയിൽ വളർന്നുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തു എത്രത്തോളം ഉണ്ടോ അത്രത്തോളം യേശു ക്രിസ്തു ഹൈറ്റ് അളവ് മെഷർ ഈസ് എ മെഷർ. പ്രൈസ് ഗോഡ്. ഒരു പാസ്റ്റർ അല്ല, ഒരു ദൈവദാസനല്ല, ഒരു വ്യക്തിയല്ല. നമ്മുടെ മെഷറിംഗ് സ്കെയിൽ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ഗോഡ്. വി ഗ്രോ ഇൻ ഹിം ആൻഡ് വി ഗ്രോ അൺ ടു ഹിം. Glory to God's holy name. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. കുഞ്ഞാടിൻ്റെ കല്യാണ ദിവസം വന്നുവല്ലോ, അവൻ്റെ കാന്ത തന്നെ താൻ ഒരുക്കി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. ഒരുങ്ങിയിരിക്കുന്നവരെ ഒരുക്കാൻ വേണ്ടി യേശു ക്രിസ്തു വേഗം വരുന്നു. മധ്യാകാശത്തിൽ അവനെ കാണുവാൻ, എതിരേൽക്കുവാൻ, പ്രത്യാശയോട് ഹല്ലേലൂയ പ്രതിഫലങ്ങൾ നേടുവാൻ ആമേൻ പ്രൈസ് ഗോഡ് ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി കാത്തിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു. ഈ മീറ്റിങ്ങിൽ ഹല്ലേലൂയ ഇത്രയധികം സന്തോഷം ഉണ്ടെങ്കിൽ ആമേൻ പ്രൈസ് ഗോഡ് എത്രമാത്രം അധികം സന്തോഷം ഉണ്ടായിരിക്കും യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ പ്രത്യാശയോട് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. കർത്താവ് യേശു ക്രിസ്തു സഭയ്ക്കായി വേഗം വരുന്നു. ഹല്ലേലൂയ പ്രൈസ് ബി ടു ഗോഡ്സ് ഹോളി നെയിം. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. താമസമില്ലാതെ അവൻ വരും. ഹല്ലേലൂയ പ്രൈസ് ഗോഡ്. പ്രാർത്ഥന മുറിയിൽ ആമേൻ നിങ്ങളുടെ അടുത്തിൽ വരുന്നുണ്ട് പ്രതിഫലവുമായിട്ട്. ആമേൻ പ്രൈസ് ഗോഡ് പ്രാപിക്കുവാൻ. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ ഒരുങ്ങിയിരിക്കുന്നവർ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് ദൈവത്താൽ ഒരു മാനമുള്ള പാത്രമായി ഉപയോഗപ്പെടട്ടെ. ഹല്ലേലൂയ ഒരു ഹീന പാത്രമല്ല. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും ദൈവത്തിൻ്റെ കരങ്ങളിൽ മാനമുള്ള പാത്രങ്ങളായി ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ പ്രൈസ് ഗോഡ് നിന്നെ ഒരു പ്രത്യാശ വാതിലായി ദൈവം നിർത്താൻ പോവുകയാണ്. ആമേൻ പ്രൈസ് ഗോഡ്. God is going to make you a door of hope. ആമേൻ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ മുഖാന്തരം അനേകർ നീതിയിൽ വരുവാൻ, അനേകർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാൻ ആമേൻ പ്രൈസ് ഗോഡ് പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആമേൻ പ്രൈസ് ഗോഡ്. ദൈവം നിന്നെ ശക്തമായെടുത്ത് ഉപയോഗിച്ച് ആത്മാവിനാൽ നിറച്ച് ആത്മാവിനാൽ ശക്തി പ്രാപിക്കുകയും ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു കൂട്ട ജനത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കാനുള്ള ആമേൻ പ്രൈസ് ഗോഡ്. നീ മാത്രമല്ല, നിനക്ക് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കിക്കൊള്ളുക. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.